ഹായ് ഹലോ പത്തരമാറ്റിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ദേവയാനിയെയും ചന്തുമോളെയുമാണ്. ദേവയാനി ചന്തുമോൾക്ക് കംസൻ്റെയും ഉണ്ണിക്കണ്ണൻ്റെയും ഒക്കെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ നല്ല ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്തുമോള്. അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. എന്നിട്ട് ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, മോള് കഥ കേൾക്കുകയാണോ? അപ്പോൾ ദേവയാനി കുഞ്ഞിനോട് പറയുന്നുണ്ട്, ഈ നയനാമ്മയ്ക്ക് കുറേ കഥകൾ അറിയാം, പടം വരയ്ക്കാൻ അറിയാം, പിന്നെ കവിതകളൊക്കെ ചൊല്ലിത്തരും കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, മോൾക്ക് എന്ത് വേണമെങ്കിലും ഈ നയനാമ്മയോട് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ദേവയാനി മോളോട് പറയുന്നുണ്ട്, മോൾ പോയി ഇപ്പോൾ കളിച്ചു. എന്നിട്ട് കുഞ്ഞ് കളിക്കാൻ പോകുന്നുണ്ട്. ദേവയാനി നയനയോട് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് അവൾ അമ്മയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അവളത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കഥകൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നയന പറയുന്നുണ്ട്, കുഞ്ഞ് വന്നതോടുകൂടി ഇവിടെ മൊത്തത്തിലൊരു മാറ്റമുണ്ട് അല്ലേ അമ്മേ? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ മോളെ, കുഞ്ഞുങ്ങളെ കണ്ടാൽ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. ഇനി വേറൊരാൾ കൂടി വരുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. നബിയോട് കുഞ്ഞിനി വരുമല്ലോ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് വിഷമത്തിലിരിക്കുന്ന നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ നയന വന്ന് എന്താ ആദർശേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം, അത് കേട്ടാൽ നീ എന്നെ വെറുക്കുകയോ അകറ്റുകയോ ചെയ്യരുത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്താണ് ഈ പറയുന്നത്? ആദർശേട്ടനെ വെറുക്കാൻ മാത്രമുള്ള തെറ്റൊന്നും എൻ്റെ ആദർശേട്ടൻ ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ. ആദർശേട്ടൻ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയൂ. അങ്ങനെ ആദർശ് ചന്തുമോളെ പറ്റിയുള്ള എല്ലാ കാര്യവും നയനയോട് തുറന്നു പറയുന്നുണ്ട്. അത് കേട്ടത് നയന ചാടി തുള്ളാൻ തുടങ്ങി. അപ്പോൾ വിവാഹത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കൊരു ബന്ധമുണ്ടായിരുന്നു അല്ലേ, അതിലൊരു കുട്ടിയും ഉണ്ടായിരുന്നു അല്ലേ, ഇതെല്ലാം മറച്ചു വെച്ചാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് അല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. താഴെ മുത്തച്ഛനും മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ ഉണ്ട്. എന്നിട്ട് എല്ലാം ദേവയാനിയോട് പറയുന്നുണ്ട്. പിന്നാലെ വന്ന ആദർശനോട് ഇത് കേട്ടതൊക്കെ സത്യമാണോടെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി. സത്യമല്ലെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, സത്യമല്ലെങ്കിൽ നീ ഇതൊക്കെ എന്തിനാ മറച്ചു വെച്ചത് എന്നും പറഞ്ഞ ആദർശിൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി. പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ആദർശിനെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ ആദർശ് കണ്ട ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. ഏതായാലും ആദർശ് വല്ലാത്തൊരു മാനസിക വിഷമത്തിൽ തന്നെയാണുള്ളത്. ആദർശിൻ്റെ ടെൻഷനൊക്കെ കണ്ടിട്ട് നയന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ആദർശേട്ടന്? ചന്തുമോള് വന്നതിൻ്റെ ശേഷമാണല്ലോ ആദർശേട്ടൻ ടെൻഷനൊക്കെ. ചന്തുമോളുമായിട്ട് ആദർശേട്ടന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്കൊരു ബന്ധവുമില്ല. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ ആദർശേട്ടൻ്റെ വിഷമത്തിന് കാരണം എന്താണ്? എനിക്ക് മനസ്സിലായി, അനിയന് കുഞ്ഞു പിറന്നു, എന്നിട്ടും ജ്യേഷ്ഠൻ കൂടിയായ ആദർശേട്ടന് ഇതുവരെ കുട്ടികളൊന്നും ആയില്ലല്ലോ, അതിൻ്റെ വിഷമമല്ലേ ആദർശേട്ടന്? അപ്പോൾ ആദർശ് അതേ എന്ന രീതിയിൽ തല കുലുക്കുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, ഇനി ആ കുറവ് നികത്താനായിട്ട് ആദർശേട്ടൻ മനഃപൂർവ്വം ചന്തുമോളെ കൊണ്ടുവന്നതാണോ? അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാനൊന്നുമല്ല, മുത്തശ്ശൻ്റെ താല്പര്യത്തിൽ മാത്രം കൊണ്ടുവന്നതാണ് ചന്തുമോളെ. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്തായാലും ശരി, ആദർശേട്ടൻ ഇപ്പോൾ ഓവർ ടെൻഷനിലാണ്, അതൊക്കെ മാറ്റണം ആദർശേട്ടൻ മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ ഈ കുടുംബത്തെ മാത്രമല്ല, അത് നമ്മുടെ കമ്പനിയെ പോലും ബാധിക്കും. അതുകൊണ്ട് ആദർശേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ വെച്ച് നടക്കാതെ എല്ലാം എന്നോട് തുറന്ന് പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നയന. ശരിയെന്ന് പറയുന്നുണ്ട് ആദർശ്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ്. ഏതായാലും മുത്തശ്ശൻ്റെ അടുത്തേക്ക് ആദർശ് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഈ സംഭവം എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. നയന എന്നോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും തുറന്നു പറയാനും കഴിയുന്നില്ല. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് എന്താ മോനെ പ്രയോജനം, മറ്റുള്ളവരുടെ സ്വസ്ഥത കൂടി കളയണോ? എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തച്ഛ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാനിങ്ങനെ ആദ്യം എടുത്ത് നടക്കേണ്ട ആവശ്യമുണ്ടോ? മുത്തച്ഛൻ പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അത് തെളിയിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, പിന്നെന്താ മുത്തച്ഛൻ അത് ചെയ്യാത്തത്? അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട്, ഇപ്പോൾ ആ കുഞ്ഞിന് ഒരു അഭയം കൊടുക്കുകയാണ് വേണ്ടത്. ദേവി എനിക്കും നയന മോൾക്കും അവളിപ്പോൾ പ്രിയങ്കരിയാണ്, നമുക്ക് സമയമുണ്ട്, സാവധാനത്തിൽ എല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതുവരെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ടേ മുത്തശ്ശ? ഞാൻ ചന്തുമോളെ പോലെ ഒരു പാവം കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നതിൽ എനിക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ അവൾ എൻ്റെ ചോരയാണെന്ന് പറയുന്നതാണ് എന്നെ അസ്വസ്ഥമാക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ പിന്നെ നീ എല്ലാവരോടും പറ അത് നിൻ്റെ കുഞ്ഞാണെന്ന്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നെ അറിയുന്ന ആരും അത് നിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും ഇതെൻ്റെ മനസ്സിൽ ഒരു തീയായിട്ട് ആളി കത്തുകയാണ്, ഒരുമാതിരി ഭ്രാന്ത് വരുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്നും പറഞ്ഞ് വിഷമത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് ആദർശ് റൂമിൽ എന്തോ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശ് ചേട്ടൻ എന്താ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ പേഴ്സ് കാണുന്നില്ല, കുറേ നേരമായി തിരയുന്നു, ഒരു സാധനം വെച്ചാൽ വച്ചെടുത്ത് കാണില്ല എന്നൊക്കെ ദേഷ്യത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ എങ്ങാനും എടുത്തിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നയനയോട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഞാനെന്തിനാ ആദർശ് ചേട്ടൻ്റെ പേഴ്സ് എടുക്കുന്നത്, പിന്നെ അത് എവിടെ പോയി എന്നും പറഞ്ഞ് പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന ആദർശിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ പേഴ്സ് കാണുന്നുണ്ട്. എന്നിട്ട് നയന അതെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പാൻറ്റിൻ്റെ പോക്കറ്റിൽ തന്നെ പേഴ്സും വെച്ചിട്ടാണോ ഇങ്ങനെ തിരയുന്നത്? അപ്പോൾ ആദർശ് ഓ സോറി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ആദർശ് ചേട്ടന് രാവിലെ മുതൽ സ്ഥലകാല ബോധമില്ലാതെയാണല്ലോ നടക്കുന്നത്? അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഒരു പേഴ്സ് കുറച്ചു നേരം തിരഞ്ഞെന്ന് കരുതി നീ എന്നെ സ്ഥലകാല എന്നൊന്നും പറയണ്ട. നീ കേട്ടിട്ടില്ലേ എത്ര പേര് കണ്ണട കണ്ണിൽ വെച്ചുകൊണ്ട് കണ്ണട ഇങ്ങനെ തേടി നടക്കുന്നു എന്ന് പറയുന്നത്? അങ്ങനെ ശരി അതൊക്കെ വിട് എന്ന് പറഞ്ഞ് നയന ആദർശിനെയും കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആദർശിനെയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ചന്തുമോൾ താഴെ ഒരു സൈഡിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ നയന മോൾ ഇവിടെയാണോ ഉള്ളത്, മോൾക്ക് ഞാൻ ഭക്ഷണം വാരിത്തരാം എന്നും പറഞ്ഞ് മോളെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നയന ചന്തുമോൾക്ക് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. ചന്തുമോൾ ആദർശിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദർശൻ ചന്തുമോളെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എല്ലാ മനസ്സമാധാനക്കേടിനും കാരണം ചന്തുമോളാണല്ലോ. ദേവേന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവളെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? അതാ കുഞ്ഞിന് പേടിയാവുന്നത്, നിനക്ക് കുറച്ച് സ്നേഹത്തിൽ നിന്നുകൂടെ? പിന്നെ ആദർശ് പറയുന്നുണ്ട്, 5 വയസ്സുള്ള കുഞ്ഞിന് വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്നേരം ദേവേന് ചോദിക്കുന്നുണ്ട്, വാരി കൊടുത്താൽ നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? എന്നിട്ട് ചന്തുമോളോട് പറയുന്നുണ്ട്, മോൾ ആരെയും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശനാണെങ്കിൽ ടെൻഷൻ കാരണം ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. കഴിക്കാതെ എണീറ്റ് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.